ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ആ ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഒരു സെൽഫി എടുക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കാണണം, നേരിട്ട് കണ്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്കതിൽ ഇപ്പോൾ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മോർഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പഠിപ്പിക്കുന്നത് മോർഫിംഗ് ആണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ, സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോക്കിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മോർഫ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മോർഫ് ചെയ്തെടുക്കാം. എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഫണ്ണി എലമെൻറ്റ് കൂടിയാണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രോള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ഇമേജസ് മോർഫ് ചെയ്തിട്ട് ട്രോൾസ് കാര്യങ്ങൾ മീമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ജസ്റ്റ് 3 മിനിറ്റ് മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ ട്യൂട്ടോറിയൽ ലെങ്ത് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ ബേസിക് ട്യൂട്ടോറിയൽസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഫോട്ടോഷോപ്പ് പരിചയപ്പെടുത്തുന്നതും അതിൻ്റെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഓരോ ടൂൾസ് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബേസിക് ട്യൂട്ടോറിയലിൻ്റെ പ്ലേലിസ്റ്റ്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ മോർഫിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് എൻ്റെ തന്നെ ഒരു ഇമേജാണ് എടുത്തിട്ടുള്ളത്. കാരണം വേറൊരു ഇമേജ് എടുത്തിട്ട് പിന്നെ അതൊരു ഇഷ്യൂ ആണെന്ന് വെച്ചിട്ടാണ് എൻ്റെ തന്നെ ഇമേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇമേജ് എടുത്തിട്ടുള്ളത് പിഷാരയുടെ ഒരു ഇമേജ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട പോസ്റ്റാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് അതൊന്ന് വലിച്ചെടുത്ത്. അപ്പോൾ ഈ ഒരു ഇമേജിനെ എങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ ഒരു ഇമേജ് തിരഞ്ഞെടുക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വേറൊരു ഫാൻ ബോയുടെ ഒക്കെ ഒരു ഇമേജ് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആരുടെ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ അതിൻ്റെതായ രീതിയിൽ എടുത്തോളും. പിന്നെ എൻ്റെ ഈ ഒരു സാഹസത്തിന് പറ്റിയൊരു ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള പേഴ്സൺ ആണെന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മമ്മൂക്കാട് കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു തവണ അവസരം കിട്ടിയിരുന്നു, പക്ഷെ എനിക്ക് എന്തോ സിറ്റുവേഷൻസ് ഒന്നും റെഡി ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ സംഭവം വെച്ചാൽ കാണുമ്പോൾ തന്നെ കൊതിയാണ് മമ്മൂക്കാട് കൂടെ ഇപ്പോൾ ഫാൻസും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഫോട്ടോ എടുത്തിടുമ്പോൾ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ആരാധിക്കുന്ന ഭയങ്കര കടുത്ത ഫാനായതുകൊണ്ട് തന്നെ ഓട്ടെ നമുക്കിങ്ങനെ നമ്മുടെ സംതൃപ്തി അടങ്ങാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ 2 ഇമേജസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു ഇമേജും ഒന്ന് ഈ ഒരു ഇമേജും. ഓക്കെ, ഈ 2 ഇമേജസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ഇമേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോർഫ് ചെയ്യുന്നത്. അപ്പോൾ പല ട്യൂട്ടോറിയലിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ക്ഷമയില്ലാത്തവർ എൻ്റെ ട്യൂട്ടോറിയൽസ് കാണാതിരിക്കുക. ഓക്കെ, കാരണം ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുത്തു പോകുന്നത്. നമ്മുടെ ചാനൽ മെയിനായിട്ട് ബിഗിനേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ട്യൂട്ടോറിയൽസ് എല്ലാം പോകുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇമേജ്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഓൺ ഇമേജാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലെ ഫേസിൻ്റെ പോർഷൻ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഇമേജിലേക്ക്, രമേഷ് പിഷാരയുടെ ഇമേജിലേക്ക്, ആ ഒരു ഫേസിലേക്ക് ഞാൻ മോർഫ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൂൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാസോ എന്ന് പറഞ്ഞൊരു ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എല്ലാണ്. ലാസോ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എല്ലാണ്. അപ്പോൾ ലാസോ ടൂളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂളാണ്. അതായത് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചെടുത്ത് സെലക്ഷൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇമേജ് ഒന്ന് സൂം ചെയ്യുകയാണ്. Ctrl+ അമർത്തിക്കൊണ്ട് ഞാൻ ഇമേജ് ഒന്ന് സൂം ചെയ്യുകയാണ്. ഇനി നമുക്കിത് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് വരയ്ക്കുകയാണ്. അപ്പോൾ വളരെ സാവധാനം നിങ്ങൾ ടൈം എടുത്തിട്ട് വരച്ചെടുത്താൽ മതി. കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ഇത്ര പോർഷൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇമേജ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന ടാബിലേക്ക്, അല്ലെങ്കിൽ ഈ കാണുന്ന ക്യാൻവാസിലേക്ക്, അല്ലെങ്കിൽ ഈ കാണുന്ന ഇമേജിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് Ctrl+X അമർത്തിയാൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ Ctrl+C അമർത്താം. ഓക്കെ, Ctrl+C അമർത്തി ഞാൻ കോപ്പി ചെയ്തു. പിന്നെ നേരെ ഈ ഒരു ടാബിലേക്ക്, ഈ ടാബ് സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+V അമർത്തി ഞാൻ അതിൽ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഇമേജ് ആ പിഷാരയുടെ ഫേസിൻ്റെ ആ ഒരു സൈസിലേക്ക് ചെറുതാക്കണം. അതിന് വേണ്ടിയിട്ട് Ctrl+T അമർത്തി ട്രാൻസ്ഫോം ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിത് റീസൈസ് ചെയ്യുകയാണ്. ഞാൻ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം ഈ ഒരു ഇമേജിലേക്ക് ഷൂട്ട് ആവുന്ന പോലെ ഞാൻ ചെറുതാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഞാൻ ചെറുതാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കണ്ണിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അതൊന്ന് കുറച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് വയ്ക്കാം. ഓക്കെ, ഇതേ ഞാനിവിടെ 100 ആണ് ഇട്ടിരിക്കുന്നത്. എനിക്കിത് ഈ ഒരു വലിയ പ്രോബ്ലം ഇല്ല, ഈ ഒരു ഭാഗം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം, പിഷാരടി നോക്കുന്ന ലുക്കറ്റ് എന്ന് പറയുന്ന അങ്ങടാണ്, ഞാൻ നോക്കുന്ന ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന പോലെയാണ് അല്ലേ. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, കാരണം ഈ ഒരു ഫിസിക്കൽ ലാംഗ്വേജ് വെച്ചിട്ട് ഇമേജ് സ്യൂട്ടാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇനി ഞാൻ ടിക്ക് കൊടുത്തു അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പിഷാരയുടെ ഈ ഒരു ഫേസിൽ നമുക്ക് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഇമേജിലെ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോൻ്റെ ഇമേജ് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ അമർത്തിയിട്ട് നമ്മുടെ ഈ ലെയർ പാനലിൽ ആ തമ്പനയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെലക്ഷൻ വന്നു. ഇനി നമുക്കിതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി സെലക്ഷൻ കുറയ്ക്കണം. അപ്പോൾ ഈ സെലക്ഷൻ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണാം. മെനുവിൽ സെലക്ട് എടുക്കുക, മോഡിഫൈ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ കോൺട്രാക്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ 2 pixels ആണ് എടുക്കുന്നത് കോൺട്രാക്ട്. എന്താണ് പിക്സൽസ് 2 അല്ലെങ്കിൽ കോൺട്രാക്ട് ബൈ 2 pixels എന്ന് കാണിക്കുന്നത്? അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു ഇമേജ് ഒന്ന് ഞാൻ സൂം ചെയ്യുകയാണ്. ഈ ഒരു ഇമേജ് സൂം ചെയ്യാം. അപ്പോൾ ഒരുപാട് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ഡോട്ട്സ് ആയിട്ട് പിക്സൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ കോൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, അതായത് ആ ഒരു സെലക്ഷനെ ഉള്ളിലേക്ക് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പിക്സൽസ് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1 2 3 4 അങ്ങനെ 10 പിക്സൽസ് ഏകദേശം ഇവിടം വരെയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരും സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം അത്. ഇപ്പോൾ നമ്മൾ സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മോഡിഫൈയിൽ വന്നിട്ട് നിങ്ങൾക്ക് കോൺട്രാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ 2 ആണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് 10 കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. അതുകൊണ്ടാവും 10 പിക്സൽസ് ഉള്ളിലേക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്, ഉള്ളിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുറത്ത് 10 പിക്സൽസ് ആണ് വരുന്നത്, ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്ത സെലക്ഷൻ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്ര ഭാഗം, അതായത് ഈ കാണുന്ന സെലക്ഷൻ്റെ ഭാഗം നമുക്ക് അടിയിലുള്ള ഇമേജിൻ്റെ പിഷാരയുടെ ഫേസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം, കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ടാണ് എടുക്കുന്നത്, അതൊന്ന് അൺലോക്ക് ചെയ്യാം. ഓക്കെ, അത് ഇവിടെ ഒരു ഐക്കൺ കാണാം ലോക്കിൻ്റെ, അത് ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഓക്കെ കൊടുത്താൽ അത് അൺലോക്ക് ആവും. ഓക്കെ, ഇപ്പം നമ്മൾ സെലക്ഷൻ ചെയ്തത് എൻ്റെ ആ ഒരു ഫേസിൻ്റെ ഇമേജിലാണെങ്കിലും നമുക്ക് ലെയർ പാനൽ വന്നിട്ട് ഏത് ഇമേജിലാണോ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സെലക്ഷൻ വരുന്നത് അതാണ് ഡിലീറ്റ് ആവുക. അപ്പോൾ ഈ സെലക്ഷൻ ഞാൻ താഴത്തെ ഇമേജിലേക്ക് കൊടുത്തു, നമുക്കൊക്കെ ഉള്ള ഇമേജിലേക്ക് കൊടുത്തു, ഞാൻ ഡിലീറ്റ് ബട്ടൺ അമർത്തി കീബോർഡിൽ. അപ്പോൾ ഡിലീറ്റ് ആയി, നമുക്ക് നോക്കാം കേട്ടോ, ഡിലീറ്റ് ആയി, അത്ര പോർഷൻ ഡിലീറ്റ് ആയി. അപ്പോൾ കോൺട്രാക്ട് ചെയ്ത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതായത് കുറച്ചും ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഡിലീറ്റ് ചെയ്തു. നമ്മുടെ ഇമേജ് അപ്പോൾ ഇമേജിൻ്റെ സൈസ് അതിൽ കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോർഫ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കൺട്രോൾ ഡി അവിടുത്തെ ഡീസെലക്ട് ചെയ്തു, ആ സെലക്ഷൻ കളയുന്നതാണ് കൺട്രോൾ ഡീസെലക്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2 ഇമേജ് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് അമർത്തിയിട്ട് താഴത്തെ ഇമേജ് ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ രണ്ടും ഒരുമിച്ച് സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇതാണ്. എഡിറ്റിൽ വരാം, അതിൽ ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മൾട്ടിപ്പിൾ ലെയേഴ്സ്, അതായത് ഒന്നിലധികം ലെയേഴ്സിനെ സെലക്ട് ചെയ്താൽ മാത്രം ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് കൊടുക്കുക. ഇതാ പനോരമ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇപ്പോൾ എടുക്കുന്നത്, ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഓട്ടോമാറ്റിക്കലി ബ്ലെൻഡായി താഴെയുള്ള ഇമേജ് ആയിട്ട് ബ്ലെൻഡായിട്ട് നമ്മുടെ ലെയർ പാനൽ നോക്കിയ പുതിയൊരു ഇമേജ് മെർജ് ചെയ്തിട്ട് നമുക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിലെ ആ ഫേസ് കുറച്ച് ഡള്ളായിട്ടുണ്ട്, കാരണം ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ കളറിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് കളേഴ്സ് ഉള്ള ഇമേജ് ആണെങ്കിൽ പോലും അവരൊരു ഇമേജ് ഒരു കളറിലേക്ക് അതിനെ ബ്ലെൻഡ് ചെയ്തിടും. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ചില പോർഷൻസ് ഒന്ന് വെളുപ്പിക്കണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ആ മുടിയുടെ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഒരു സ്മോക്ക് പോലെയുള്ള ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്, അതും കളയണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിനെ കൺട്രോൾ ചെയ്യാൻ ഓർത്ത് കോപ്പി ചെയ്യാം. അതായത് കോപ്പി ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മുമ്പും ക്ലാസ്സിൽ പല ട്യൂട്ടോറിയലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഇമേജ് അതിൽ ഓൾട്രേഷനോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് കോപ്പി ചെയ്തിട്ട് ചെയ്യാം. കാരണം എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാനും സുഖമാണ് അല്ലേ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ടൂൾ കാണാം, ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു ടൂൾ കാണാം. ആ ടൂളിനെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിങ്ങനെ ഒന്ന് കണ്ടോ കോൺട്രാസ്റ്റ് ചെയ്യുക. കണ്ടോ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ കണ്ടോ
അവിടെ ഒക്കെ ഒന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് കണ്ടോ. അവിടെ ഒന്ന് ഞാൻ എളുപ്പിച്ച് കൊണ്ടുവന്നു. ഇനി അടിയിലുള്ള ഇമേജ് ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ആ ഡിഫറൻസും കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇത്ര ഭാഗം ഞാൻ വെളുപ്പിച്ച് കൊണ്ടുവന്നു. ഇനി മുടിയുടെ ഭാഗം കുറച്ചൊന്ന് നമുക്ക് കറുപ്പിക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു ടൂളുണ്ട്, ബേൺ ടൂൾ. അത് യൂസ് ചെയ്തിട്ട് ബേൺ ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഞാൻ ബേൺ ചെയ്തു. ഇനി കുഴപ്പമില്ലാണ്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റേഴ്സും അതുപോലെ തന്നെ ഇമേജിൻ്റെ ഒന്ന് സൂം ചെയ്താൽ കാണാം. ഈ താടിയുടെ പോർഷനൊക്കെ ഒന്ന് ബ്ലെൻഡ് ആയതൊരു അതിർത്തി അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ, ചെറിയ ലൈൻസൊക്കെ പോലെ അതൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രഷ് ടൂൾ എടുക്കുക. പി ആണ് ഷോർട്ട് കട്ട്. അതിൽ മിക്സ്ചർ ബ്രഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ വെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഈ വെറ്റ് ലോഡ് മിക്സ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ആ പോർഷൻസ് ഒക്കെ കണ്ടോ. അത് നമ്മൾക്ക് ആ ഒരു കളർ സ്കിൻ കളറായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആവും. അതുപോലെ തന്നെ ഇവിടെയുള്ള കളേഴ്സ് ഞാൻ സൈസ് കൂട്ടുകയാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഇമേജിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ടൂൾ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീടച്ച് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. എനിക്കും ഇഷ്ടപ്പെട്ടൊരു ടൂളാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഒരു പോർഷൻസൊക്കെ ഞാൻ ഏകദേശം സെറ്റാക്കി എടുത്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒരു പിശാഡിൻ്റെ ഇമേജിന് നമുക്ക് ജസ്റ്റിൽ ഞാൻ മോർഫ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഓവർ ഹൈലൈറ്റഡൊക്കെ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിൻഡോസ് മെനുവിൽ വിൻഡോസ് എടുക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കുക. അതിലിത് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബ്രൈറ്റ്നസ് എത്ര വേണം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുത്തിട്ട് അതിൽ ഹ്യൂ സാറ്റുറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഹ്യൂ സാറ്റുറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കളർ ബാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് കളർ ബാലൻസ് ചെയ്യണമെങ്കിൽ അവിടെയും കളർ ബാലൻസ് ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ആ കളറും ബാലൻസ് ചെയ്തെടുക്കാം. ഓക്കെ ആണോ, ഈ ഒരു കളറിലേക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നു. ഇനി നമുക്ക് അതങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, കളർ ബാലൻസ്, ഹ്യൂ സാറ്റുറേഷൻ, ലെവൽസ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻവേർട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, കളേഴ്സ് ഒന്നും കൂടി ബെറ്റർ ആക്കണം തോന്നുകയാണെങ്കിൽ ഫിൽറ്ററിൽ വന്നിട്ട് ഇവിടെ ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. Shift+Ctrl+A ആണ് ഷോർട്ട് കട്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജാണ് ഓപ്പൺ ആയി വരാം. ഇപ്പോൾ എന്താണ് ഫുൾ വൈറ്റ് ആണോ വന്നിരിക്കുക? കാരണം എന്താണ്, നമ്മുടെ ലെയർ പാൻ നോക്കിയ സെലക്ഷൻ എടുക്കുന്നത് നമ്മൾ കൊടുത്ത ആ കളർ ബാലൻസിലാണ്. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യുക, അതായത് നമുക്ക് ചെയ്യേണ്ട ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫിൽറ്റർ വരാം. ഫിൽറ്ററിൽ വന്നിട്ട് ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബേസിക് ഓപ്ഷൻ തന്നെ എടുക്കുക. നമുക്ക് ഫസ്റ്റ് ബേസിക്കിൽ ടെമ്പറേച്ചർ, കളർ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടിൻറ്റ് എഫക്റ്റ് ഇമേജിൻ്റെ, പിന്നെ എക്സ്പോഷർ കൂട്ടണോ കുറയ്ക്കണോ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക, എത്രത്തോളം എക്സ്പോഷർ കൊടുക്കണം. കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹൈലൈറ്റ്, അതുപോലെ തന്നെ ഷേഡോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം. അതുപോലെ തന്നെ വൈറ്റ് പോർഷൻസ് ഉണ്ടെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് പിന്നെ ടെക്സ്ചർ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടെക്സ്ചർ കൊടുക്കുക. നമ്മളിപ്പോൾ ഒരുപാട് ഓവർ ബ്ലെൻഡൊക്കെ ചെയ്തില്ല, നേരത്തെ മിക്സ്ചർ ചെയ്തപ്പോൾ ബ്ലെൻഡിങ് ഒക്കെ ഓവറായിട്ട് തോന്നുന്നുണ്ട്. ടെക്സ്ചറൊക്കെ ഒന്ന് കൊടുക്കാം. ക്ലാരിറ്റി കൂട്ടണത് ക്ലാരിറ്റി ഇങ്ങനെ കൂട്ടിയെടുക്കാം. പിന്നെ വൈബ്രൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കർവിൽ നമുക്കിത് ഈ കർവ് യൂസ് ചെയ്തിട്ട് ലൈറ്റും കാര്യങ്ങളും ഡാർക്കൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഷാർപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു ഇമേജിന് നമുക്ക് ഏകദേശം ഷാർപ്പ് ചെയ്തെടുക്കാം. പിന്നെ നോയ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് നോയ്സ് കളയാം. പക്ഷെ ഷാർപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഒറിജിനൽ എഫക്റ്റ് തോന്നും. നോയ്സ് കളയുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആവും. കളറിൽ എന്തെങ്കിലും നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യാം. കളർ മിക്സർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം, നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. എഫക്റ്റിൽ ഗ്രെയിൻസ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു എഫക്റ്റൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്രെയിൻസൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ആ ഇമേജിനെ കുറച്ചുകൂടി നാച്ചുറൽ ആക്കി എടുക്കുക. അല്ലെങ്കിൽ ഓക്കെ കൊടുത്തു കേട്ടോ. ആ ഒരു ഇമേജിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത ഇമേജും ഈ ഒരു ഇമേജും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഇത്ര നേരം ചെയ്തതെല്ലാം കൂടി ഞാനിത് ഏറ്റവും മുകളിലെ ലെയർ സെലക്ട് ചെയ്തു. ഈ താഴെ വരുന്ന ലെയർ ഷിഫ്റ്റ് അമർത്തി സെലക്ട് ചെയ്തു. Ctrl+E അമർത്തി മെർജ് ചെയ്തു. ഓക്കെ, Ctrl+E അമർത്തി മെർജ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. നമുക്ക്
ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലൊക്കെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി തോന്നുകയാണ് ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ഒക്കെ കൂടിയും തോന്നുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ബേൺ ടൂളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ബേൺ ടൂളൊക്കെ യൂസ് ചെയ്തുകൊണ്ടോ ആ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇങ്ങനെ ബേൺ ടൂളൊക്കെ യൂസ് ചെയ്ത് ഹൈലൈറ്റ്സ് ഒക്കെ കുറച്ച് സെറ്റാക്കി നമുക്ക് നല്ലൊരു ഭംഗിയിൽ ഒരു ഇമേജിനെ മോർഫ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് മെയിനായിട്ട്, അതായത് ഒരുപാട് പേര് വ്യൂസൊക്കെ ഉണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പലരും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അല്ലെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ആണ് നെക്സ്റ്റ് എൻ്റെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ പ്രചോദനം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് വീഡിയോ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടിനോടൊക്കെ താല്പര്യമുണ്ട്, വീഡിയോ എഡിറ്റിങ്ങിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.